ശ്രീ തോമസ് ഐസക്, ഇന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ വിഴിഞ്ഞത്ത് ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ആ ഓഹരി വിൽപ്പന, അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വിശദീകരിച്ച കാര്യങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽ ന്യായമായി വന്നിട്ടുണ്ടാകുമല്ലോ. അത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ നേരിടുന്ന വിമർശനങ്ങൾക്കുള്ള ഒരു വിശദീകരണമോ മറുപടിയായോ വന്നിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങൾ എന്താണ്? ഒന്ന്, മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ അറിവോടെയാണോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇങ്ങനെ ഓഹരി കൈമാറ്റം ചെയ്യാൻ പോകുന്നു എന്നുള്ളത് അറിയിച്ചിട്ടുള്ളത്? കാരണം അദാനി ടീമിനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് ചാർട്ടേഡ് വിമാനത്തിൽ പോവേണ്ട ആവശ്യം എന്തായിരുന്നു? ഇതാണ് ആദ്യത്തെ ചോദ്യം. അതിന് ഇന്നേ വരെ ഒരു പ്രതികരണവും നൽകാൻ തയ്യാറായിട്ടില്ല. രണ്ട്, ഇന്നെന്താ പറഞ്ഞത്? ഞങ്ങളുടെ അധികാരമേൽക്കുന്നതിന് മുമ്പ് തന്നെ ഇക്കാര്യമൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് തെളിവ് ദേശാഭിമാനി എന്ന വാർത്തയാണ്. ദേശാഭിമാനിയിൽ വരുന്നതിന് മുമ്പ് മാതൃഭൂമിയിൽ വന്നിട്ടുണ്ട്, അതിനു മുമ്പ് എക്കണോമിക് ടൈംസിൽ വന്നിട്ടുണ്ട്. ഏതായാലും ദേശാഭിമാനി വന്നത് 5-ാം തീയതിയാണല്ലോ. 18-ാം തീയതി മെയ് 18-നല്ലേ സത്യപ്രതിജ്ഞ ചെയ്തത്? അതുവരെയും അദ്ദേഹമായിരുന്നല്ലോ മുഖ്യമന്ത്രി. എന്തിനാ ഇങ്ങനെ പറയുന്നത്? മൂന്നാമത്തെ ചോദ്യം, ഇപ്പൊ നിങ്ങൾ പറഞ്ഞതാ, അന്ന് തന്നെ ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ കരാറ് കേരളത്തിന്റെ താല്പര്യങ്ങളെ ബലികഴിക്കുന്നതാണ് എന്നുള്ള വിമർശനം ഉണ്ടായിരുന്നു. അതിപ്പോ തെളിഞ്ഞിരിക്കുന്നു. 30 വർഷക്കാലം അവിടെ ഉണ്ടാവുന്ന ലാഭത്തിൽ ഒരു പങ്കുമില്ല, മുഴുവൻ അദാനിക്കാണ്. തീർന്നില്ല, ഒരു കാര്യവും കൂടി തെളിഞ്ഞിരിക്കുന്നു. അവിടുത്തെ കമ്പനിയുടെ ഓഹരിയുടെ മൂല്യവർദ്ധനവ് അതെത്രയാ? 25 മടങ്ങ 10 വർഷം കൊണ്ടുണ്ടായിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ളൊരു വലിയ കൊള്ളലാഭം അത് അദാനി കൊടുക്കുന്നൊരു കരാറാണ് ഉണ്ടാക്കിയതെന്ന് വ്യക്തമല്ലേ? ആ വിമർശനം ശരിയാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ചോദ്യം, ഇതുപോലുള്ള കരാറല്ലേ തുറമുഖാധിഷ്ഠിത വികസനത്തിന്റെ പേരിൽ ഉണ്ടാക്കാൻ പോകുന്നത് കേരളത്തിൽ? കേരളത്തിൽ LDF വിഴിഞ്ഞത്തിന് വേണ്ടി മുന്നോട്ട് വെച്ചത് ലാൻഡ് ലോൺ മോഡലാണ്. എന്ന് വെച്ചാൽ നമ്മൾ ടെൻഡർ വിളിച്ചൊരാളെ കൊണ്ട് പോർട്ട് പണിയിക്കും, അത് കഴിഞ്ഞ് നമ്മൾ പണം മുടക്കും, അത് കഴിഞ്ഞ് നമ്മൾ ടെൻഡർ വിളിച്ച് അതിന് നടത്തിപ്പുകാരനൊരു കമ്പനിയെ തിരഞ്ഞെടുക്കും, അയാളുമായിട്ട് വരുമാനം തുടക്കം മുതൽ പങ്കുവെക്കും. ഇപ്പം എന്താ ചെയ്തത്? നമുക്ക് പണം മുടക്കണം, 70% പണം മുടക്കുന്നത് നമ്മൾ. പക്ഷെ 30 വർഷത്തേക്ക് ഒരു പൈസ വരുമാനമില്ല, അതിൽ നിന്ന് ലാഭമായിട്ട് കിട്ടില്ലെന്ന് മാത്രമല്ല, ഈ ഭീമമായ മൂല്യവർദ്ധന മുഴുവനും പുറത്തുള്ളവർ കൊണ്ടുപോവുകയാണ്. ഇതുപോലെയുള്ള കൊള്ളയടി പരിപാടിയാണോ തുറമുഖാധിഷ്ഠിത വികസനമായിട്ട് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? ഇതാണോ നിങ്ങളുടെ മോഡല്? ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല. അതൊരു പ്രശ്നം തന്നെയാണ്. കാരണം അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ സർക്കാർ ഇക്കാര്യങ്ങളിൽ എങ്ങനെ പോകുന്നു എന്നതിനെ സംബന്ധിച്ച് വ്യക്തതയോടെ ചോദ്യങ്ങൾ ഉയരുമ്പോൾ മറുപടി പറയേണ്ടത് തന്നെയാണ്. പക്ഷേ ഈ ചോദ്യങ്ങളായി നിൽക്കുന്നു. അതിന് ഒരു ഡിബേറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ, ഒരു ക്ലാരിറ്റി കിട്ടാൻ, കൂടുതൽ ചർച്ചകൾക്ക് സഹായകരമായ തരത്തിൽ സർക്കാർ കാഴ്ചപ്പാടുകൾ അദ്ദേഹം വിശദീകരിക്കുന്നില്ല എന്നൊരു പ്രശ്നം താങ്കൾ ഉന്നയിച്ചത് പ്രശ്നമാണ്. കാരണം ഇപ്പോൾ തന്നെ ഒരു 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഡോക്ടർ ഐസക് ഇവിടെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. പക്ഷേ അത് ഒരു ഭാഗത്ത്. അതേസമയം ഈ ഓഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഇന്നു പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, മുൻപറഞ്ഞിട്ടേയില്ല അദ്ദേഹം. താങ്കൾ ചോദിച്ചതാണ്, അദ്ദേഹത്തിൻ്റെ അറിവോടെയാണോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലെറ്റർ കൊടുത്തത്? മംഗലാപുരം യാത്ര ഇപ്പോഴും ദുരൂഹമായി നിൽക്കുന്നു, അവിടെ അദാനി ഗ്രൂപ്പുമായി നടന്ന ചർച്ചകളിൽ ഇത് വന്നിരുന്നോ? അതാണോ ആ കമ്പനി പറയുന്ന അനൗപചാരികമായ വിവരം ധരിപ്പിച്ചിരുന്നു എന്ന മട്ടിൽ കമ്പനി പറയുന്നുണ്ടല്ലോ. അപ്പോൾ മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് അദ്ദേഹം പറയുന്നത്, അദ്ദേഹം അറിഞ്ഞിട്ടേയില്ല. 2, പക്ഷേ ഒരു കാര്യം ഇപ്പോൾ സ്ഥിരീകരിച്ചു,
അവർ അങ്ങനെ ഒരു നീക്കം നടത്തുന്നുണ്ട്. സഭയിൽ അങ്ങനെയല്ല പറഞ്ഞ് അറിഞ്ഞിട്ടേ ഇല്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ സ്ഥിരീകരിച്ചു മുഖ്യമന്ത്രി. പക്ഷേ ആ സ്ഥിരീകരിച്ചുകൊണ്ട് അപേക്ഷയിൽ തീരുമാനമെടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, അത് തള്ളാനും തയ്യാറായിട്ടില്ല. ഉന്നതതല സമിതി, ഒരു എംപവേർഡ് കമ്മിറ്റി ആ പരിശോധന നടത്തുമെന്നാണല്ലോ മുഖ്യമന്ത്രി ഇപ്പോഴും പറയുന്നത്. ഡോക്ടർ ഐസക്, നിയമോപദേശം, കരാറിൻ്റെ അടിസ്ഥാനത്തിൽ നിയമോപദേശം AGയുടെ കയ്യിൽ നിന്ന് വാങ്ങി തീരുമാനം വേഗത്തിലെടുക്കാവുന്നതല്ലേ ഉള്ളൂ എന്നും പറയുന്നുണ്ട്. പക്ഷേ സർക്കാർ സ്വീകരിച്ച വഴി ഒരു എംപവേർഡ് കമ്മിറ്റി, ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അവർ പറയട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കലാണ്. ഇന്നും മുഖ്യമന്ത്രി അത് പറഞ്ഞു. 13,000 കോടി രൂപ അവർക്ക് ക്യാപിറ്റൽ ഗെയിൻസ് കിട്ടുകയാണ്. അത്രയും നേട്ടം ഈ കരാർ കൊണ്ടുണ്ടാവുമ്പോൾ ശരി, നിങ്ങൾ എടുക്കുന്നു എന്നുവെച്ചാൽ ഓഹരി MSCക്ക് കൊടുക്കുന്നതിനൊന്നും നമ്മൾ തരില്ല കേട്ടോ, അങ്ങനെ ധരിക്കരുത്. പക്ഷേ ഇങ്ങനെ ഒരു ഓഹരി കൊടുക്കുമ്പോൾ ഇത്രയും നേട്ടം അദാനിക്കുണ്ടാവുമ്പോൾ അതിന് പകരം ഈ അൺഈക്വൽ ട്രീറ്റിയിൽ എന്ത് മാറ്റം വരുത്താൻ അദാനി തയ്യാറാവും? വിലപേശണ്ടേ? അങ്ങനെ ഒരു ചർച്ച വേണ്ടേ? ഈ പണം പൂർണ്ണമായിട്ടും വിഴിഞ്ഞത്ത് തന്നെ മുടക്കുന്നതിനുള്ള ഏർപ്പാടുണ്ടാകുമോ? എന്തെങ്കിലുള്ളൊരു ചർച്ച വേണ്ടേ? അപ്പോ എംപവേർഡ് കമ്മിറ്റി പരിശോധിച്ചോട്ടെ. പക്ഷേ UDF സർക്കാരിന് നയപരമായിട്ടുള്ളൊരു നിലപാടും വേണം. ഇത്തരത്തിൽ ഒരു ആനുകൂല്യം അദാനിക്ക് നൽകുമ്പോൾ പകരം ഈ അൺഈക്വൽ ട്രീറ്റിയിൽ എന്ത് മാറ്റം വരുത്താൻ അത് സമ്മർദ്ദമായിട്ട് ഉപയോഗിക്കും. കേരളത്തിൽ നിന്ന് എന്ത് നേട്ടം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തും. അങ്ങനെ പരിശ്രമം തന്നെ വേണോ? ഇതൊരു നയപരമായ കാര്യമാണല്ലോ. അത് സംബന്ധിച്ചൊന്നും മുഖ്യമന്ത്രിക്കില്ല, നിലപാടില്ല. എംപവേർഡ് കമ്മിറ്റി സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളെ നോക്കുന്ന, നയപരമായ തീരുമാനം എടുക്കാനല്ല. നയപരമായ തീരുമാനം സർക്കാരിന്റെ രാഷ്ട്രീയ നിലപാടാണ്. അതിനെക്കുറിച്ചാണ് ചോദ്യം.